അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണം ആഗ്രഹിച്ച് അതിനായി ശ്രമിക്കുമ്പോൾ ചിലർക്ക് എളുപ്പം ഗർഭധാരണം നടക്കും. എന്നാൽ ചിലർക്ക് വൈകും, ചിലർക്ക് വളരെയധികം വൈകും തോറും മാനസികമായി വളരെ പ്രയാസത്തിലാകുന്നത് സ്വാഭാവികമാണ്. എത്ര ടെൻഷൻ ആവരുത് എന്ന് പറഞ്ഞാലും പിന്നെയും ടെൻഷൻ ആവുന്നവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ഇനി ടെൻഷൻ ആവില്ല, സങ്കടപ്പെടില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാലും ചില നേരങ്ങളിലെങ്കിലും മനസ്സിൻ്റെ പിടിവിട്ടു പോകും. കുട്ടികളില്ലാതെ ഇരിക്കുക എന്നത് അങ്ങനെയുള്ള ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ ദീർഘകാലം വിഷമം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് മക്കളില്ലാത്തതിൻ്റെ പേരിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഓരോ മാസവും പ്രതീക്ഷയോടെ കഴിയും. ഡേറ്റ് ഒന്ന് തെറ്റിക്കണ്ടാൽ മനസ്സ് ഒന്ന് കൊതിച്ചു പോകും. പക്ഷേ മെൻസസ് ആവുന്നതോടെ ആ പ്രതീക്ഷയും നഷ്ടപ്പെടും. പിന്നെ ടെൻഷനായി, സങ്കടമായി, ഇങ്ങനെയൊക്കെയാണ് ഏറെ പേരുടെയും അവസ്ഥ. വിവാഹം കഴിഞ്ഞ് ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ആവാത്തവരോട്, പ്രത്യേകിച്ചും വർഷങ്ങൾ കുറേ ആയവരോട് എപ്പോഴും ഒരേ കാര്യം തന്നെയാണ് പ്രധാനമായും പറയാനുള്ളത്: ടെൻഷനും സങ്കടവും ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ ഗർഭധാരണത്തിലേക്കുള്ള യാത്രയുടെ ഒന്നാം സ്റ്റെപ്പാണ്. എന്നും ടെൻഷനും സങ്കടവുമാണെങ്കിൽ പിന്നെ മറ്റ് ആരോഗ്യകാര്യങ്ങൾ കുറേ ചെയ്യുന്നതും ചികിത്സകൾ ചെയ്യുന്നതും കൂടി ഫലം ചെയ്യാതെ പോകും. അത് വിവാഹം കഴിഞ്ഞ് നിങ്ങൾ എത്ര വർഷമായവരാണെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ടെൻഷൻ ഒഴിവാക്കണം. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്ന് ഹാപ്പിയായി തന്നെ ഗർഭധാരണത്തിന് ശ്രമിക്കും. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, വയസ്സ് കുറേയായി എന്നതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാകില്ലല്ലോ. അതിന് പകരം വിഷമങ്ങളും സങ്കടവും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യുക. വർഷം കുറേ ആയി എന്നതുകൊണ്ട് ഗർഭധാരണത്തിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അത് നിങ്ങൾ മുടങ്ങാതെ തുടരുക. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന രീതിയിൽ നിരാശയോടെ ചിന്തിക്കുകയും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം വന്ന 2 പോസിറ്റീവ് കമൻറ്റുകൾ ഞാൻ വായിക്കാം. അതിൽ ഒരാൾ 20 വർഷത്തിന് ശേഷവും മറ്റൊരാൾ 17 വർഷത്തിന് ശേഷവുമാണ് ഗർഭിണിയാവുന്നത്. വയസ്സ് കൂടി എന്നത് ഒരു വിഷയമായി എടുക്കാതെ ഗർഭധാരണ ശ്രമങ്ങളുമായി പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ആ 2 കമൻറ്റുകളും ഒന്ന് ഞാൻ വായിക്കാം. ആദ്യ കമൻറ്റ് ഷാസിൻ കിച്ചൺ വേൾഡ് എന്ന ഐഡിയിൽ നിന്നും ആമിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. കല്യാണം കഴിഞ്ഞ് 20 വർഷമായി. ഞാൻ 4 മാസമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്നു. എനിക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. അൽഹംദുലില്ലാ. ഇക്ക ദുആ ചെയ്യണം. നെച്ചിക്കാട് ബെയ്ത്ത് സ്ഥിരം ചൊല്ലാറുണ്ട്. 1,00,000 അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി നെച്ചിക്കാട്ട് ഔലിയപ്പാപ്പൻ്റെ പേരിലും കുണ്ടൂർ ഉസ്താദിൻ്റെ പേരിലും ദിവസവും യാസീൻ ഓതാറുണ്ട്. 2 ദിവസം കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഇക്ക ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ദുആ ചെയ്യാം. നെച്ചിക്കാട് ബെയ്ത്ത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കുഴപ്പവും ഇല്ലാതെ പ്രസവം എളുപ്പമാകാൻ ദുആ ചെയ്യണം. ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത കമൻറ്റ് സജീവൻ TV സജി എന്ന ഐഡിയിൽ നിന്നും പ്രീത. ആദ്യമായാണ് കമൻ്റ് ഇടുന്നത്. 2 മാസം ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തു. ഇന്ന് പോസിറ്റീവായി. നെച്ചിക്കാട് ബെയ്ത്ത് ദിവസവും ഒരുപാട് പ്രാവശ്യം ചൊല്ലുമായിരുന്നു. 17 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. 13 IUI, 6 IVF ചെയ്തു. എല്ലാം നെഗറ്റീവായിരുന്നു ഫലം. 6 പ്രാവശ്യം നോർമലി പ്രഗ്നൻ്റായി. 8 വീക്കിൽ മിസ്കാരേജ് ആകുന്നു. ലാസ്റ്റ് 2019 ആയപ്പോൾ നല്ല ഹാർട്ട് ബീറ്റ് വളർച്ച ഉണ്ടായിരുന്നു. പക്ഷേ അതും 8 ആഴ്ചയിൽ ഹാർട്ട് ബീറ്റ് നിന്നുപോയി. ഇതെങ്കിലും നിലനിർത്തി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? എനിക്കൊരു റിപ്ലൈ തരുമോ? ഇക്കേ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദരിമാർക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഗർഭിണിയായി എന്ന് പറഞ്ഞ 2 ആളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ചെയ്ത ചികിത്സകൾ, മറ്റ് ആരോഗ്യ കാര്യങ്ങൾ എന്നിവയൊക്കെ ഒന്ന് വിശദമായി ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്ന് തോന്നുന്നു. നെച്ചിക്കാട് ഔലിയപ്പാപ്പയുടെയും കുണ്ടൂർ ഉസ്താദിൻ്റെയും ഷെയ്ഖ് ജീലാനി തങ്ങൾ പാപ്പയുടെയും ബർക്കത്ത് കൊണ്ട് ഈ 2 സഹോദരിമാർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. നിങ്ങളും ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നോക്കൂ, നിങ്ങൾ ഒരാൾ ഗർഭിണിയായത് 20 വർഷത്തിന് ശേഷമാണ്. പ്രീത എന്ന സഹോദരി ഗർഭിണിയായത് 17 വർഷങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം 2 ആൾക്കും വയസ്സ് 40നോട് അടുത്തെത്തിയിട്ടുണ്ടാകും.
വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനൽ ഇവർ ഫോളോ ചെയ്തത്. ഒരാൾ 4, ഒരാൾ 2. അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് കൊണ്ട് അവർ ഗർഭിണിയായി എന്ന സന്തോഷത്തിലാണ്. 2 പേർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ അള്ളാഹു നൽകി സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയുള്ളവർ ഗർഭിണിയായി എന്നത് കേൾക്കുമ്പോഴാണ്. ചാനലിലെ ടിപ്സുകൾ ചെയ്ത് ഗർഭിണിയായി എന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടും നെച്ചിക്കാട് പാപ്പയുടെയും കുണ്ടൂർ ഉസ്താദിൻ്റെയും പോലുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടുമാണ് ഗർഭിണിയായത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ നമ്മുടെ ചാനലിൽ പോസിറ്റീവ് പറഞ്ഞ പലരിലും ഈ ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരുടെ ആ ഒരു തണൽ അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. അതിലൂടെ ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ പറഞ്ഞ പോലെ എല്ലാ ടെൻഷനുകളും ഒക്കെ ഒഴിവാക്കി നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക. സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ അള്ളാഹു നമ്മളെ തുണക്കട്ടെ. അത് നമ്മിൽ നിന്നും സ്വീകരിച്ച് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.